ഒരിക്കൽ ഒരു രാജാവിനൊരാഗ്രഹം. തന്റെ ജന്മദിനത്തിന് പാലിൽ കുളിക്കണം. തന്റെ ആഗ്രഹത്തെ മന്ത്രിയോട് പറഞ്ഞു. മന്ത്രി രാജാവിന്റെ ആഗ്രഹം ഉടൻ തന്നെ സാധിപ്പിച്ചു കൊടുക്കാമെന്ന് ഉറപ്പുകൊടുത്തു. രാജാവിന്റെ ജന്മദിനത്തിന് രാജാവിന് പാലിൽ കുളിക്കുവാൻ പാൽ ആവശ്യമുണ്ട്. ഒരു ഗ്രാമത്തിൽ ഒരു പാത്രം വയ്ക്കും. ആ പാത്രത്തിൽ ഓരോ കുടുംബവും 1 ലിറ്റർ പാൽ കൊണ്ടൊഴിക്കണം. ഇത് രാജ്യം മുഴുവൻ മന്ത്രി വിളംബരം ചെയ്യുവാൻ രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു. അങ്ങനെ ആ കൽപ്പന രാജ്യം മുഴുവൻ വിളംബരം ചെയ്തു. പറഞ്ഞ അതേ ദിവസം ആ ഗ്രാമത്തിൽ ഒരു വലിയ പാത്രം വെച്ചു. ഒരു മനുഷ്യൻ ഇങ്ങനെ ചിന്തിച്ചു, ഇത്രയും പേർ പാലൊഴിക്കുമ്പോൾ ഞാൻ 1 ലിറ്റർ വെള്ളം കൊണ്ടൊഴിച്ചാൽ ആരറിയാനാണ്? അങ്ങനെ അവൻ 1 ലിറ്റർ വെള്ളം കൊണ്ടുവന്ന് ആ പാത്രത്തിൽ ഒഴിച്ചിട്ട് പോയി. രാജാവിന്റെ ജന്മദിനം വന്നു. രാജാവ് മന്ത്രിയെ വിളിച്ചു. എല്ലാം ഏർപ്പാട് ചെയ്തോ എന്നന്വേഷിച്ചു. ഇതാ ഇപ്പോൾ കൊണ്ടുവരാം എന്നറിയിച്ച് മന്ത്രി പാലെടുക്കാനായി ആ പാത്രത്തിൽ നോക്കി. മന്ത്രിക്ക് ആശ്ചര്യം വന്നു. ആ പാത്രത്തിൽ തന്റെ മുഖം കാണുന്നു. ഇതെന്തു മറിമായം! ജനങ്ങളോട് പാലൊഴിക്കാൻ പറഞ്ഞിരുന്നല്ലോ. അവർ പാലൊഴിച്ചാൽ എന്റെ മുഖം എങ്ങനെ അതിൽ കാണാനാണ്? നന്നായി ചിന്തിച്ചപ്പോൾ മന്ത്രിക്ക് മനസ്സിലായി, ആരും പാലൊഴിച്ചില്ല, മറിച്ച് എല്ലാവരും വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. നമ്മുടെ കാഴ്ചയിലും ഈ കഥയിൽ ഒരു മനുഷ്യൻ മാത്രമേ വെള്ളം ഒഴിച്ചുള്ളൂ എന്ന് നാം ചിന്തിച്ചു. എന്നാൽ എല്ലാവരും പാലിന് പകരം വെള്ളമാണ് ഒഴിച്ചത്. ഈ കഥയിൽ നിന്ന് നാം ഒരു കാര്യം മനസ്സിലാക്കണം. നാം ചെയ്യുന്ന തെറ്റ് ആരും അറിയില്ല എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. വചനം ഇപ്രകാരം പറയുന്നു, വെളിപ്പെടാതെ ഗൂഢമായത് ഒന്നുമില്ല, പ്രസിദ്ധമായി വെളിച്ചത്ത് വരാതെ മറവായിരിക്കുന്നതും ഒന്നുമില്ല. അതുകൊണ്ട് ദൈവത്തെ ഭയപ്പെട്ട് മനസാക്ഷിക്ക് വിരോധമായിട്ട് കള്ളം പറയാതെ സത്യവും നീതിയുമുള്ളവരായി നാം ജീവിക്കൂ. അതിന്റെ ഫലം ഈ ലോകത്തിലും പരലോകത്തിലും ഉണ്ടാകും.